നമസ്കാരം, TCV പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഏർപ്പെടുത്തിയ സമ്പൂർണ്ണ ലോക്ഡൌൺ ഫലം കണ്ടു. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് പ്രതിദിന രോഗികളുടെ എണ്ണം കുറഞ്ഞു. 24,166 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.87 കുറഞ്ഞു. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് മലപ്പുറം ജില്ലയിൽ. 4,212 പേർക്കാണ് ജില്ലയിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.82%. കോവിഡ് ബാധിച്ച മാതാപിതാക്കൾ മരിച്ച കുട്ടികളെ സർക്കാർ ഏറ്റെടുക്കും. കുട്ടികളുടെ സംരക്ഷണത്തിനായി സർക്കാർ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചു. കേരള തീരത്ത് 2 ദിവസം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പ്. കേടുവന്ന ഭക്ഷ്യക്കിറ്റ് റേഷൻ കടയിൽ തിരിച്ചു കൊടുക്കാനെത്തിയ വിധവയെ പരിഹസിച്ച് തിരിച്ചയച്ച സംഭവത്തിൽ ഷോപ്പ് ഉടമക്ക് താക്കീത്. തിരൂർ തൃക്കണ്ടൂരിൽ 208 നമ്പർ റേഷൻ ഷോപ്പിൽ നിന്നാണ് വിധവയായ സ്ത്രീക്ക് ഈ ദുരനുഭവം ഉണ്ടായത്. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഏർപ്പെടുത്തിയ സമ്പൂർണ്ണ ലോക്ഡൌൺ ഫലം കണ്ടു. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് പ്രതിദിന രോഗികളുടെ എണ്ണം കുറഞ്ഞു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും കുറഞ്ഞു. 24,166 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.87 കുറഞ്ഞു. ഇന്ന് 24,166 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. 1,35,232 പരിശോധനകളാണ് നടന്നത്. 181 പേർ മരണമടഞ്ഞു. ഇപ്പോൾ ആകെ ചികിത്സയിലുള്ളത് 2,41,966 പേരാണ്. സംസ്ഥാനത്ത് ഇന്ന് 24,166 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മലപ്പുറം ജില്ലയിൽ 4,212 പേർക്കും, തിരുവനന്തപുരം 3,210, എറണാകുളം 2,779, പാലക്കാട് 2,592, കൊല്ലം 2,111, തൃശൂർ 1,938, ആലപ്പുഴ 1,591, കോഴിക്കോട് 1,521, കണ്ണൂർ 1,023, കോട്ടയം 919, പത്തനംതിട്ട 800, കാസർഗോഡ് 584, ഇടുക്കി 571, വയനാട് 315 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,35,232 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.87%. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. ആകെ 11 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 181 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 8,063. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 177 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 22,193 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,707 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 89 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 30,539 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 8,76,584 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇന്ന് പുതിയ ഹോട്ട്സ്പോട്ടുകളൊന്നും നിലവിലില്ല. ഒരു പ്രദേശത്തെയും ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല. നിലവിലാകെ 880 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് മലപ്പുറം ജില്ലയിൽ. 4,212 പേർക്കാണ് ജില്ലയിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.82%. ജില്ലയിൽ വ്യാഴാഴ്ച 4,212 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ജില്ലയ്ക്ക് ആശ്വാസമായി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ നേരിയ കുറവുണ്ട്. 16.82% ജില്ലയിൽ രേഖപ്പെടുത്തിയ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. വ്യാഴാഴ്ച മാത്രം ജില്ലയിൽ 4,505 പേർ രോഗമുക്തരായി. ഇതോടെ ജില്ലയിൽ കോവിഡ് മുക്തരായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 2,33,721. രോഗികളുമായി സമ്പർക്കത്തിലേർപ്പെട്ട വൈറസ് ബാധിതരാകുന്നവരുടെ കൂടുതൽ പേരും. ഇത്തരത്തിൽ 4,057 പേരാണ് രോഗബാധയുണ്ടായത്. 65 പേർക്ക് വൈറസ് ബാധയുണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കും വിദേശ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെത്തിയ 2 പേർക്കും ഇതര സംസ്ഥാനങ്ങളിലെത്തിയ 87 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 65,292 പേരാണ് ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 44,658 പേർ ചികിത്സയിലാണ്. ജില്ലയിൽ ഇതുവരെ 809 പേരാണ് കോവിഡ് ബാധിതരായി മരിച്ചത്. ആരോഗ്യ ജാഗ്രത കൈവിടരുതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കോവിഡ് ബാധിച്ച് മാതാപിതാക്കൾ മരിച്ച കുട്ടികളെ സർക്കാർ ഏറ്റെടുക്കും. കുട്ടികളുടെ സംരക്ഷണത്തിനായി സർക്കാർ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചു. ബിരുദതലം വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവും സർക്കാർ വഹിക്കും. അനാഥരാകുന്ന കുട്ടികളുടെ എണ്ണം പെരുകുന്ന സാഹചര്യത്തിലാണ് സർക്കാർ നടപടി. കോവിഡ് ബാധിച്ച് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികളുടെ സംരക്ഷണത്തിന് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി രംഗത്തെത്തിയിരിക്കുകയാണ്. കുട്ടികൾക്ക് 3 ലക്ഷം രൂപ ഒറ്റത്തവണയായി നൽകും. 18 വയസ്സുവരെ 2,000 രൂപ മാസം തോറും നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ബിരുദതലം വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
കോവിഡ് ബാധിച്ച് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികളുടെ സംരക്ഷണത്തിന് പ്രത്യേക പാക്കേജ് നടപ്പാക്കും. 3 ലക്ഷം രൂപ കുട്ടികൾക്ക് ഒറ്റത്തവണയായി നൽകും. 18 വയസ്സ് വരെ 2000 രൂപ മാസം തോറും നൽകും. ബിരുദതലം വരെയുള്ള വിദ്യാഭ്യാസ ചെലവ് സർക്കാർ ഏറ്റെടുക്കുവാനും തീരുമാനിച്ചു. കോവിഡ് ബാധിച്ച് മാതാപിതാക്കൾ മരിച്ച് അനാഥരാകുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് സർക്കാർ നടപടി. ഇത്തരത്തിൽ നിരവധി കുട്ടികൾ വിവിധ ജില്ലകളിലായി അനാഥരായിട്ടുണ്ട്. പറക്കമുറ്റാത്ത ഈ കുട്ടികളുടെ സംരക്ഷണം പൂർണ്ണമായും ഏറ്റെടുക്കുന്നതിലൂടെ കരുതലിന്റെ പുതിയ മുഖമാണ് സർക്കാർ വെളിപ്പെടുത്തുന്നത്. തൃശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഇത്തരത്തിൽ കുട്ടികൾ പറക്കമുറ്റാത്ത പ്രായത്തിൽ അനാഥരായിട്ടുണ്ട്. സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത ബ്ലാക്ക് ഫംഗസിനെ കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 52 ബ്ലാക്ക് ഫംഗസ് കേസുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തത്. മരണസംഖ്യ കുറയാത്തതിൽ ആശങ്കയുണ്ട്. മരണസംഖ്യ കുറയാൻ 4 ആഴ്ച വരെ സമയമെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പത്തനംതിട്ട, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ കഴിഞ്ഞ 2 ആഴ്ചയായി മരണനിരക്ക് കൂടുതലാണ്. ഈ ജില്ലകളിൽ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ആരംഭിച്ച സാന്ത്വനം, ഉന്നതി എന്നീ പദ്ധതികൾ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായാണ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ സാന്ത്വനം, ഉന്നതി എന്നീ പദ്ധതികൾ ആരംഭിച്ചത്. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. ഇതിൽ നിന്നും മോചിതരായവർക്ക് മാനസികമായിട്ടുള്ള ഒരു സമാധാന മനസ്സിന് കൊടുക്കാൻ വേണ്ടി VRSയുമായി ചേർന്നുള്ള സാന്ത്വനം പദ്ധതി മാതൃകാപരമാണ്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളായുള്ള ആളുകൾക്കൊക്കെ നിരവധി രോഗങ്ങൾക്ക് അടിമപ്പെട്ടിട്ടുണ്ട്. അവരെ മാനസികമായി മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ് നിങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും കോവിഡ് രോഗബാധിതരുടെ മാനസിക ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിനുള്ള കൗൺസിലിംഗ് പരിപാടിയാണ് സാന്ത്വനം. വെട്ടം VRCയുടെ സഹായത്തോടെ ഒരു സൈക്കോളജിസ്റ്റ് എന്നിവരുടെ സേവനമാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. കേരള അസോസിയേഷൻ ഫോർ ഫിസിയോതെറാപ്പിസ്റ്റ് കോർഡിനേഷനുമായി സഹകരിച്ച് നടത്തുന്ന പദ്ധതിയാണ് ഉന്നതി. കോവിഡ് രോഗികൾക്കും ഭേദമായവർക്കും ഓൺലൈനായി ഫിസിയോതെറാപ്പി ചികിത്സ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന പദ്ധതിയാണിത്. ചടങ്ങിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസ്മായിൽ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുമാരൻ, ആനി ഗോഡ്ലീഫ്, ഡോക്ടർ അബ്ദുൽ ജലീൽ, ഫിസിയോതെറാപ്പിസ്റ്റ് സമീർ എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ സ്വാഗതവും ജോയിന്റ് BDO ഗോവിന്ദൻ നന്ദിയും പറഞ്ഞു. ഒഴൂർ തലക്കാട്ടൂരിൽ യുവ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് കപ്പ വിതരണം ചെയ്തു. ഒഴൂർ തലക്കട്ടൂരിലെ ഒരു കൂട്ടം യുവാക്കളാണ് മാതൃകാ പ്രവർത്തനം നടത്തിയത്. തലക്കട്ടൂരിലെ 350ഓളം വീടുകളിലേക്കാണ് സൗജന്യമായി കപ്പ വിതരണം ചെയ്തത്. സഹീർ കെ, ഷാഫി, നിയാസ്, ഷംസു, ഷറഫു, സക്കീർ, ഷിയാസ്, ഇല്യാസ്, ജുനൈദ്, ബഷീർ, ജാസിർ എന്നിവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. കേരള തീരത്ത് 2 ദിവസം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പ്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിലായിരിക്കും കാറ്റ് വീശുക. ശക്തമായ തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കേരള തീരത്ത് ഇന്നും നാളെയും ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാലാണ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിലായിരിക്കും കാറ്റ് വീശുക. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പുള്ളതിനാൽ മെയ് 29 വരെ കേരള തീരത്ത് നിന്ന് കടലിൽ പോകാൻ പാടില്ലെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. ഉയർന്ന തിരമാലക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വ്യാഴാഴ്ച രാത്രി 11:30 വരെ 3.8 മീറ്റർ ഉയരത്തിൽ പൊഴിയൂർ മുതൽ കാസർഗോഡ് വരെ ശക്തമായ തിരമാലകളുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. വെള്ളിയാഴ്ച രാത്രി 11:30 വരെ 3.5 മുതൽ 4 മീറ്റർ ഉയരത്തിൽ കൊളച്ചാൽ മുതൽ ധനുഷ്കോടി വരെ ശക്തമായ തിരമാലകളുണ്ടാകാനും സാധ്യതയുണ്ട്. ഇതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. KPSTയുടെ കോവിഡ് സഹായ പദ്ധതിയുടെ ഭാഗമായി താന്നൂർ ഉപജില്ലയിലെ എല്ലാ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റിയിലേക്കും കോവിഡ് രക്ഷാ മെഡിക്കൽ ഉപകരണങ്ങൾ കൈമാറി. പദ്ധതിയുടെ ഉപജില്ലാതല ഉദ്ഘാടനം താന്നൂർ മുനിസിപ്പാലിറ്റിയിൽ വെച്ച ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി മുനിസിപ്പൽ ചെയർമാൻ PP ഷംസുദ്ദീന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. KPSTയെ
സംസ്ഥാന കമ്മിറ്റി നൽകുന്ന 3 കോടി രൂപയുടെ ഗുരുസ്പർശം രണ്ടാം കോവിഡ് സഹായ പദ്ധതിയുടെ ഭാഗമായാണ് താനൂർ ഉപജില്ലയിലെ എല്ലാ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റിക്കും കോവിഡ് രക്ഷാ മെഡിക്കൽ ഉപകരണങ്ങൾ കൈമാറുന്നത്. പദ്ധതിയുടെ ഉപജില്ലാതല ഉദ്ഘാടനം താനൂർ മുനിസിപ്പാലിറ്റിയിൽ വെച്ച ജില്ലാ പഞ്ചായത്ത് മെമ്പർ VKM ഷാഫി മുനിസിപ്പൽ ചെയർമാൻ PP ഷംസുദ്ദീന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. അധ്യാപക സമൂഹത്തിനാകമാനം മാതൃകയായിരിക്കുകയാണ് APSDയുടെ പ്രിയപ്പെട്ട ഭാരവാഹികൾ എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഈ ഒരു സമയം അധ്യാപകർക്ക് ഓൺലൈനിലാണ് ക്ലാസ് ഉള്ളത്. ഈ വേണ്ടത്ര രീതിയിൽ ഒരു അക്കാഡമിക് ഇയറിൽ അവർക്ക് വിദ്യാർത്ഥികളുമായി അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഒരുപാട് ഒഴിവ് സമയം അധ്യാപകർക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് അധ്യാപക സമൂഹത്തെ ഒരുപക്ഷെ നല്ല ഉദ്ദേശത്തോടു കൂടെ തന്നെ വിമർശനാത്മകമായി സംസാരിക്കുന്ന ആളുകൾ ഉണ്ടായേക്കാം. പക്ഷേ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒരുപക്ഷെ മറ്റുള്ള കാലഘട്ടത്തിനെ അപേക്ഷിച്ച് അവരുടെ ഉത്തരവാദിത്തങ്ങളിലും അവരുടെ നിർവഹണത്തിലും അല്പം അവർക്ക് ഒരു ഇളവും അല്ലെങ്കിൽ ഒരു ആശ്വാസവും ഒക്കെ ഉണ്ടെങ്കിലും അധ്യാപക സമൂഹം എന്നും നമ്മുടെ സമൂഹത്തിൻ്റെ പരിച്ഛേദമായി പ്രവർത്തിച്ചവരാണ്. KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് KL ഷാജു, താനൂർ മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് മുത്തേടത്ത, V വിനു മോഹൻ, ഉപജില്ലാ സെക്രട്ടറി P ജിനേഷ് മോഹനൻ എന്നിവർ സംബന്ധിച്ചു. പദ്ധതിയുടെ ഭാഗമായി താനൂർ ഉപജില്ലയിലെ ഓരോ ഹെൽത്ത് സെന്ററുകൾക്കും 30,000 രൂപയുടെ മെഡിക്കൽ ഉപകരണങ്ങൾ അടങ്ങിയ കിറ്റുകളാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ ശമ്പളമില്ലാതെ കഷ്ടപ്പെടുന്ന പ്രീ പ്രൈമറി അധ്യാപകർക്ക് ധനസഹായവും നൽകും. 200ഓളം കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യക്കിറ്റുകളും അണുനശീകരണം നടത്തുന്നതിനുള്ള 2 ഫോഗ് മെഷീനുകളും ഉൾപ്പെടെ 5 ലക്ഷം രൂപയുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളാണ് KPSTA താനൂർ ഉപജില്ലയിൽ നടത്തുന്നത്. ലോക്ക്ഡൌൺ കാലത്ത് കഷ്ടപ്പെടുന്നവർക്ക് ഭക്ഷ്യക്കിറ്റുമായി ക്ലബ്ബ് പ്രവർത്തകർ. പെരുമണ്ണ ക്ലാരിയിലെ സോവറിൻ ക്ലബ്ബാണ് ഭക്ഷ്യക്കിറ്റും കോവിഡ് ഉപകരണങ്ങളും വിതരണം ചെയ്തത്. പെരുമണ്ണ ക്ലാരിയിലെ ക്ലാരി ഓട്ടുപാറപ്പുറം സോവറിൻ ക്ലബ്ബ് പ്രവർത്തകരാണ് പ്രദേശത്ത് കോവിഡ് മഹാമാരി മൂലം ദുരിതത്തിലായ കുടുംബങ്ങൾക്ക് കൈത്താങ്ങുമായി എത്തിയത്. പച്ചക്കറി കിറ്റും കോവിഡ് പ്രതിരോധ ഉപകരണങ്ങളുമാണ് ക്ലബ്ബ് പ്രവർത്തകർ നൽകിയത്. ഇതിനു പുറമെ മാംസവും വാങ്ങി നൽകി. 200ഓളം കുടുംബങ്ങൾക്കാണ് കിറ്റ് നൽകിയത്. ഇവർക്ക് ആവശ്യമായ പച്ചക്കറികൾ അടങ്ങിയ കിറ്റും ഓരോ കിലോ കോഴിയിറച്ചിയും വാങ്ങി നൽകി. ഇതിനു പുറമെ മാസ്കും സാനിറ്റൈസറും സമ്മാനിച്ചു. പെരുമണ്ണ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആവശ്യമായ മരുന്നുകുപ്പികളും സോവറിൻ ക്ലബ്ബ് പ്രവർത്തകർ നൽകി. ആരോഗ്യ കേന്ദ്രത്തിൽ വരുന്നവർ മരുന്നുകൾക്കായി കുപ്പി കയ്യിൽ കരുതേണ്ടതുണ്ട്. ഇത്തരത്തിൽ കുപ്പി കയ്യിൽ കരുതാത്തവർക്ക് മരുന്ന് നൽകുന്നതിന് ആരോഗ്യ കേന്ദ്രത്തിൽ കുപ്പികൾക്ക് ക്ഷാമം നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനായി കുപ്പികൾ നൽകിയത്. കഴിഞ്ഞ പ്രളയകാലത്തും സോവറിൻ ക്ലബ്ബ് പ്രവർത്തകർ നിർധനർക്ക് സഹായഹസ്തവുമായി രംഗത്തെത്തിയിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ലിബാസ് മൊയ്തീൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വാർഡ് അംഗങ്ങളായ സെയ്ദു PK, നജ്മ എന്നിവർക്ക് പുറമെ CK ലത്തീഫ്, സന്തോഷ് ക്ലാരി, സമീർ, ഷരീഫ് വടക്കൻ, ജസീം, മാലിക് എന്നിവരും പങ്കെടുത്തു. ക്ലബ്ബ് അംഗങ്ങളും പ്രവാസി സുഹൃത്തുക്കളുടെയും സഹായത്തോടെയാണ് കിറ്റ് വിതരണം നടത്തിയത്. സോവറിൻ ക്ലബ്ബ് ഇന്ന് മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിന് മുന്നോട്ട് വന്നിരിക്കുകയാണ്. കോവിഡ് ബാധ മൂലം പ്രയാസം അനുഭവിക്കുന്ന ഓട്ടുപാറപ്പുറം, പെരുമണ്ണക്കാരി 12, 13 വാർഡുകളിലെ സാധാരണക്കാരായ ആളുകൾക്ക് അവർക്ക് നിത്യോപയോഗ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇന്ന് പ്രാവർത്തികമായിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഈ സമയത്ത് ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന നിർണായക സമയത്ത് ഈ പ്രവർത്തനത്തിന് മുന്നോട്ട് വന്ന സോവറിൻ പ്രവർത്തകരെ പെരുമണ്ണക്കാരി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ അഭിനന്ദിക്കുകയാണ്. മുസ്ലിം യൂത്ത് ലീഗ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നു. യൂത്ത് ലീഗിന്റെ വൈറ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ താനൂർ CHSC ക്ലീൻ ചെയ്ത് അണുമുക്തമാക്കി. മുനിസിപ്പൽ പ്രദേശത്തെ കോവിഡ് രോഗികളെ പരിചരിക്കുന്നതിനും ചികിത്സ നൽകുന്നതിനും ആശുപത്രിയിൽ എത്തിക്കുന്നതിനും വൈറ്റ് ഗാർഡ് ദൈനംദിനം സജീവമായിരിക്കുകയാണ്. താനൂർ CHSC ക്ലീൻ ചെയ്ത് അണുമുക്തമാക്കി. ഒപ്പം കോവിഡ് പോസിറ്റീവായ വീടുകളും അണുമുക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. രോഗികളെ വീടുകളിലെത്തിക്കുന്നതിനും ആശുപത്രികളിൽ എത്തിച്ച് ചികിത്സിക്കുന്നതിനും 4 കാറുകൾ കാരുണ്യയാത്ര ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. സദാ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ വ്യാപൃതരാണ്. എല്ലാ ദിവസവും അവർ രാവിലെ തുടങ്ങി വൈകിട്ട് അവസാനിക്കുന്ന തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോവിഡിൻ്റെ കൂടെ കോവിഡിനെ എങ്ങനെയെങ്കിലും ഇവിടെ തുടച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ശ്രമഫലമായിട്ട് സദാ 30ഓളം വരുന്ന വളണ്ടിയർമാരെ താനൂരിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ സേവന സജ്ജരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവിടെ ഈ ഹോസ്പിറ്റലിൽ താനൂർ ഗവൺമെൻറ് CHCയിലെ മുഴുവൻ സ്ഥലങ്ങളും അവർ ക്ലീൻ ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല അത് സാനിറ്റൈസർ ചെയ്ത്
നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം മുതൽ അവർ പ്രവർത്തിക്കാൻ തരത്തിലുള്ള സജ്ജമാക്കിയിരിക്കുകയാണ് അവർ. അതുപോലെ തന്നെ താനൊരു മുസ്ലിം യൂത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി ഇതുപോലെയുള്ള 4 വണ്ടികൾ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. ഇതിന് നേതൃത്വം നൽകുന്ന മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി അൻവർ സാദത്ത, പ്രസിഡന്റ് AM യൂസഫ് എന്നിവരാണ്. കോവിഡ് മഹാമാരി കാലത്ത് താനൂർ നഗരസഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായ രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അതോടൊപ്പം കോവിഡ് സെൻ്ററുകളായാലും മറ്റുള്ള യാത്രാ സൗകര്യങ്ങളായാലും വൈറ്റ് ഗാർഡ്, യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള വൈറ്റ് ഗാർഡ് ഞങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലും മഹാമാരിയുടെ 1ാം ഘട്ട കാലത്തും 100% ആത്മാർത്ഥമായ നല്ല രീതിയിലുള്ള പ്രവർത്തനമായി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. തുടർന്നും ഞങ്ങളോടൊപ്പം ക്ലീനിങ്ങിനായാലും അതുപോലെ വണ്ടി സൗകര്യങ്ങളായാലും 4 വണ്ടികൾ വൈറ്റ് ഗാർഡ് യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിലുണ്ട്. എല്ലാം വളരെ നല്ല സജീവമായി ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ചു വരുന്നുണ്ട്. മേലിലും തുടർന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് താല്പര്യപ്പെടുക. വെട്ടം പഞ്ചായത്തിൽ DCC കെയർ സെന്ററിൽ കഴിയുന്നവർക്ക് ഭക്ഷണമൊരുക്കുന്നതിനായി കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തനം തുടങ്ങി. ആലിശ്ശേരിയിൽ AUP സ്കൂളിൽ ബുധനാഴ്ചയാണ് കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ചത്. വെട്ടം ആലിശ്ശേരി AMUP സ്കൂളിൽ ബുധനാഴ്ചയാണ് കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ചത്. തുടക്കത്തിൽ പഞ്ചായത്താണ് ചിലവ് വഹിച്ചിരുന്നത്. പിന്നീട് സന്നദ്ധ സംഘടനകൾ ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുകയായിരുന്നു. മെയ് 2-നാണ് പറവണ്ണ സലഫി സ്കൂളിൽ DCC കെയർ സെന്റർ തുടങ്ങിയത്. 26 കോവിഡ് ബാധിതരാണ് നിലവിൽ DCC കെയർ സെന്ററിലുള്ളത്. ഇന്നിപ്പോൾ അവിടെ ഏകദേശം 26 രോഗികളുണ്ട്. അവർക്കുള്ള ഭക്ഷണം നമ്മൾ കമ്മ്യൂണിറ്റി കിച്ചൺ വഴിയാണ് ഇപ്പം വിതരണം ചെയ്യുന്നത്. അപ്പോൾ സന്നദ്ധ സംഘടനകൾക്ക് അത് കൊണ്ടുവരാൻ പ്രയാസം ആവും എന്ന് കരുതിയിട്ടാണ് കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ചിട്ടുള്ളത്. ഇതിലേക്കുള്ള സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ തന്നെ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത്. അതിനുശേഷം കുറേ സന്നദ്ധ സംഘടനകൾ ഇതിലേക്കുള്ള ഭക്ഷ്യസാധനങ്ങൾ സംഭാവനയായിട്ട് തരാൻ തീരുമാനിച്ചതിൻ്റെ പേരിൽ ഇപ്പം നമുക്ക് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോഴുണ്ട്. ഇവിടേക്ക് DYFI പ്രവർത്തകരാണ് ഭക്ഷണം എത്തിച്ചതെങ്കിലും ബുധനാഴ്ച മുതൽ കമ്മ്യൂണിറ്റി കിച്ചൺ വഴി ഭക്ഷണം നൽകി തുടങ്ങുകയായിരുന്നു. ബുധനാഴ്ച 221 പേരുടെ സാമ്പിളുകൾ പരിശോധിച്ചതിൽ 7 പേർക്ക് പോസിറ്റീവായി. 500-ലധികം കോവിഡ് ബാധിതരുള്ള വെട്ടത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി പറഞ്ഞു. വളരെ പ്രയാസപ്പെട്ട വീടുകളിൽ നിന്ന്, അതായത് ഭക്ഷണം ഉണ്ടാക്കാൻ സൗകര്യമില്ല, ഒരൊറ്റ ബാത്റൂം ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ താമസിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് വ്യാപനം നടക്കും എന്നത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ DCCയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത്. തിരൂർ മുനിസിപ്പൽ 3-ാം വാർഡ് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോവിഡ് പ്രതിരോധ ഹോമിയോ മരുന്ന് വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഉദ്ഘാടനം ചെയ്തു. തിരൂർ മുനിസിപ്പൽ 3-ാം വാർഡ് യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കോവിഡ് പ്രതിരോധ ഹോമിയോ മരുന്ന് വിതരണം ചെയ്തത്. വിതരണോദ്ഘാടനം തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ നിർവഹിച്ചു. നമ്മുടെ തിരൂർ നഗരസഭ 3-ാം വാർഡിൽ ശ്രീ അബൂബക്കർ കൗൺസിലറുടെ നേതൃത്വത്തിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സഹായത്തോടു കൂടി എല്ലാ ആളുകൾക്കും കോവിഡ് പ്രതിരോധ ഹോമിയോ മെഡിസിൻ ഇന്ന് വിതരണം ചെയ്യുകയാണ്. നമുക്കറിയാം, ഈ നിലവിലുള്ള സാഹചര്യം മറികടക്കുന്നതിന് വേണ്ടി എല്ലാ വാർഡിലെ അംഗങ്ങളും വളരെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നുണ്ട്. കോവിഡ് ജാഗ്രതയുമായി ബന്ധപ്പെട്ട് ഇനിയും നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഈ ഒരു മഹാമാരിയെ തുരത്തുന്നതിന് വേണ്ടി തിരൂർ നഗരസഭയ്ക്ക് ഒപ്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഇനിയും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഈ വാർഡിലെ യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വാർഡിലെ എല്ലാ വീടുകളിലും മരുന്ന് നേരിട്ട് എത്തിക്കുമെന്ന് യൂത്ത് ലീഗ് ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങിൽ വാർഡ് കൗൺസിലർ K അബ്ദുബക്കർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 4-ാം വാർഡ് കൗൺസിലർ ബിജിത ആശംസകൾ അറിയിച്ചു. യൂത്ത് ലീഗ് ഭാരവാഹികളായ KT നൌഫൽ, യാസർ എന്നിവർ നേതൃത്വം നൽകി. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കേടുവന്ന ഭക്ഷ്യക്കിറ്റ് റേഷൻ കടയിൽ തിരിച്ചു കൊടുക്കാനെത്തിയ വിധവയെ പരിഹസിച്ച് തിരിച്ചയച്ച സംഭവത്തിൽ ഷോപ്പുടമയ്ക്ക് താക്കീത്. മെയ് 25 ചൊവ്വാഴ്ചയാണ് ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ച
സംഭവമുണ്ടായത്. കേടുവന്ന ഭക്ഷ്യക്കിറ്റ് റേഷൻ കടയിൽ തിരിച്ചു കൊടുക്കാനെത്തിയ വിധവയെ പരിഹസിച്ച് തിരിച്ചയച്ച സംഭവത്തിൽ ഷോപ്പുടമക്ക് താക്കീത് നൽകി. മെയ് 25 ചൊവ്വാഴ്ചയാണ് ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ച സംഭവമുണ്ടായത്. തിരൂർ തൃക്കണ്ടിയൂരിലെ 208 നമ്പർ റേഷൻ ഷോപ്പിൽ നിന്നാണ് വിധവയായ സ്ത്രീക്ക് ഈ ദുരനുഭവം ഉണ്ടായത്. ഇവിടെ നിന്ന് കിട്ടിയ കേടുവന്ന ഭക്ഷ്യക്കിറ്റ് തിരിച്ചു നൽകാൻ വന്നപ്പോൾ മാറ്റിത്തരില്ല എന്നും സപ്ലൈകോയിൽ കൊണ്ടുപോയി കൊടുക്കുമെന്നും പറഞ്ഞ് പരിഹസിച്ച് തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനായി സപ്ലൈകോ ഓഫീസർ ജോർജ് കെ സാമുലിന്റെ നേതൃത്വത്തിലുള്ള സംഘം വ്യാഴാഴ്ച രാവിലെ 9 മണിയോടെ റേഷൻ ഷോപ്പിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. സൊസൈറ്റിയുടെ ഷോപ്പായതിനാൽ ഉദ്യോഗസ്ഥൻ സസ്പെൻഷൻ നടപടിയൊരുക്കി. പക്ഷേ അപ്പോഴേക്കും വിധവ തനിക്ക് പരാതിയില്ലെന്ന് പറയുകയും ഇത് രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. ഇതോടെയാണ് ഷോപ്പുടമക്ക് താക്കീത് നൽകിയതെന്ന് സപ്ലൈ ഓഫീസർ പറഞ്ഞു. തിരൂർ താലൂക്കിലെ തൃക്കണ്ടൂരിൽ പ്രവർത്തിക്കുന്ന 208 നമ്പർ റേഷൻ കടയിൽ നിന്നും ഒരു ഉപഭോക്താവിന് വിതരണം ചെയ്ത മെയ് മാസത്തെ കിറ്റിൽ അവർ വീട്ടിൽ ചെന്ന് തുറന്നു നോക്കിയപ്പോൾ ഇങ്ങനെ കീടങ്ങളെ കണ്ടു. അപ്പം അതിനനുസരിച്ചിട്ട് അവർ ആ കിറ്റുമായിട്ട് റേഷൻ കടയിൽ ചെന്ന സെയിൽസ്മാനോട് ശശി എന്ന് പറഞ്ഞുള്ള ആളിനോട് മാറ്റി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇതെനിക്ക് മാറ്റി കൊടുക്കാൻ പറ്റില്ല, ഇത് ഞാൻ സപ്ലൈകോഡ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ആക്രോശിച്ചെന്ന് പറഞ്ഞാണ് ഒരു പരാതി അവർ ചാനലുകളിൽ കാണുകയും ആ ചാനൽ വാർത്ത എൻ്റെ ശ്രദ്ധയിൽ ഇന്നലെ രാത്രി 8 മണിയോടെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ തന്നെ ഞാൻ തിരൂർ റേഷൻ ഇൻസ്പെക്ടർ മുരളീധരന് ഡയറക്ഷൻ കൊടുത്തു ഇതിനെപ്പറ്റി പരാതിപ്പറ്റി അന്വേഷിക്കാനും. അതിനനുസരിച്ച് ഇന്ന് രാവിലെ 9 മണിക്ക് തന്നെ ആർ മുരളിയും ഞാനും കൂടി ഇവിടെ എത്തി. ആദ്യം നേരെ പോയി പരാതിക്കാരിയെ കണ്ടു. ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ, തിരൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ്, ജില്ലാ ആശുപത്രിയിലെ സ്മിത എന്നാണ് കാർഡ് ഉടമയുടെ പേര്. അവരെ കണ്ട് സംസാരിച്ചു. റേഷൻ വ്യാപാരിക്കെതിരെ ഒരു തൽക്കാലം സൊസൈറ്റിയുടെ ഷോപ്പായതിനാൽ 3 മാസത്തേക്ക് അദ്ദേഹത്തെ തൽക്കാലം ഒരു താക്കീതെന്ന രീതിയിൽ മാറ്റി നിർത്താമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടാണ് ആ നടപടിയാണ് ഞാൻ ഉദ്ദേശിച്ചാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ഇതിൻ്റെ പരിഹാരം കണ്ടാൽ മതി, എന്നെ ഇൻസൾട്ട് ചെയ്തതിനാണ് ഞാൻ ഈ പരാതി കൊടുത്തത്, എനിക്ക് കിറ്റ് മാറ്റി തരുന്നതിന് വേണ്ടിയല്ല. എന്തായാലും ശരി, ഞാൻ പറയും മേലിൽ ഇങ്ങനെ ഇനി ഉണ്ടാവില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇനിയും റേഷൻ വ്യാപാരിക്ക് തൽക്കാലം നടപടി എടുക്കണം, അതിൽ ജോലിയെ ബാധിക്കേണ്ടെന്നിട്ട് ഞാൻ പരാതി പിൻവലിക്കാം, എനിക്ക് ആ കിറ്റ് മാറ്റി തന്നാൽ മതി. ഉടനെ തന്നെ കിറ്റ് തിരൂർ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മാറ്റി നൽകി ആ പരാതി അവർ പിൻവലിച്ചായിട്ട് എഴുതി തന്നിട്ടുമുണ്ട്. അതാണ് പരാതി. അതിനുശേഷം ഞാൻ റേഷൻ കടയിൽ പോയിട്ട് സെയിൽസ്മാൻ ശശി കർശന നിർദ്ദേശം കൊടുത്തു, ഒരു കാർഡ് ഉടമയോടും ഇനി മോശമായി സംസാരിക്കാനോ അല്ലെങ്കിൽ കോവിഡ് മാനദണ്ഡങ്ങളില്ലാതെ പ്രവർത്തിക്കാനോ അങ്ങനെ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞ് ഇനി ആവർത്തിച്ചാൽ ഇനി ഇതുകൊണ്ട് നടപടി തീരില്ലെന്ന് പറഞ്ഞ് താക്കീത് ശക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. മുറിവഴിക്കൽ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ റിലീഫ് സെൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മാതൃകയാവുന്നു. മുറിവഴിക്കലിലെയും സമീപ പ്രദേശങ്ങളിലെയും 100 കണക്കിന് കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റുകൾ നൽകിയാണ് ഇവർ മാതൃകയാവുന്നത്. മുറിവഴിക്കലിലെ സമീപ പ്രദേശങ്ങളിലെ 100 കണക്കിന് കുടുംബങ്ങൾക്ക് ഭക്ഷണം കിറ്റുകൾ നൽകിയും സാമ്പത്തിക സഹായം നൽകിയുമാണ് മുറിവഴിക്കൽ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ റിലീഫ് സെൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ രംഗത്ത് മാതൃകയാവുന്നത്. വെട്ടം പഞ്ചായത്തിലെ മുറിവഴിക്കൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ റിലീഫ് സെൽ കോവിഡ് പ്രതിരോധന രംഗത്ത് വിവിധ പദ്ധതികളും പ്രവർത്തികളുമാണ് ചെയ്തു വരുന്നത്. റിലീഫ് സെല്ലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന റിലീഫ് വളണ്ടിയർമാരുടെ പ്രയോജനപ്പെടുത്തി പ്രദേശത്തെ നിരവധി വീടുകളും സ്ഥാപനങ്ങളും ഫ്യൂമിഗേഷൻ പ്രക്രിയയിലൂടെ സൗജന്യമായി അണുനശീകരണം നടത്തുന്ന പ്രവർത്തനത്തിലും മുറിവഴിക്കൽ സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ മെമ്മോറിയൽ റിലീഫ് സെൽ സജീവമാകുകയാണ്. വാക്സിനേഷൻ നടത്തുന്നതിന് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയ മുതൽ ഒരു രജിസ്ട്രേഷൻ ഡെസ്കും റിലീഫ് സെല്ലിന്റെ കീഴിൽ ആരംഭിച്ചിട്ടുണ്ട്. BE ലത്തീഫ്, CK ഷറഫുദ്ദീൻ, A അബ്ദുൽ സലാം, K സക്കീർ, V റഷീദ്, MV ബദറുദ്ദീൻ, OA ജമാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തലക്കാട് പഞ്ചായത്തിലെ BP അങ്ങാടി, കോട്ടത്തറ, കാരയിൽ എന്നീ പ്രദേശങ്ങളിലെ കോവിഡ് ബാധിത വീടുകൾ സഖാവ് ലാൽഗർസ് ബാബ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തകർ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. തലക്കാട് പഞ്ചായത്തിലെ BP അങ്ങാടി, കോട്ടത്തറ, കാരയിൽ എന്നീ പ്രദേശങ്ങളിലാണ് കോവിഡ് ബാധിത വീടുകളിൽ സഖാവ് ലാൽ ബാബ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തത്. കബീർ വടക്കേങ്ങാട്ടിൽ, നസീം, CK, CP രവി, അഷ്റഫ്, ഖാജ, ഫൈസൽ, ഇല്യാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒഴൂർ മണ്ഡലം യൂത്ത് കെയറിന്റെ നേതൃത്വത്തിൽ 1-ാം വാർഡിലെ 200 കുടുംബങ്ങൾക്ക് പച്ചക്കറി വിതരണം നടത്തി. പൊന്മുടം ബ്ലോക്ക് പ്രസിഡന്റ് P വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. ഒഴൂർ മണ്ഡലം യൂത്ത് കെയറിന്റെ നേതൃത്വത്തിലാണ് 200 കുടുംബങ്ങൾക്ക് പച്ചക്കറി കിറ്റ് വിതരണം നടത്തിയത്. പൊന്മുണ്ടം ബ്ലോക്ക് പ്രസിഡന്റ് P വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. JNM, ദിനേശൻ P, മുസ്തഫ ഹെൻ, രാജീവ്, ആസിഫ്, പ്രിൻസ് എന്നിവർ നേതൃത്വം നൽകി. തിരൂരിൽ എക്സൈസ് സംഘം 3 ലിറ്റർ ചാരായം പിടികൂടി. അന്നാറ സ്വദേശി അശോകനിൽ നിന്നാണ് ചാരായം പിടികൂടിയത്. തിരൂർ ബെഞ്ച് മാർക്ക് സ്കൂളിന് സമീപത്ത് വെച്ചാണ് ചാരായവുമായി പ്രതിയെ എക്സൈസ് സംഘം പിടികൂടുന്നത്. അന്നാറ സ്വദേശി അശോകനെയാണ് 3 ലിറ്റർ ചാരായവുമായി പിടികൂടിയത്. ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രമാണിച്ച് മദ്യ ഷോപ്പുകളെല്ലാം അടഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിൽ വാറ്റും
വാഷ് സംബന്ധിച്ച കുറ്റകൃത്യങ്ങൾ നടക്കുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെയും തിരൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെയും നിർദ്ദേശാനുസരണം മേൽ കുറ്റകൃത്യങ്ങൾ നടന്നിരുന്ന സ്ഥലങ്ങളിൽ പട്രോളിംഗ് ചെയ്യുന്നതിനിടയിലാണ് ഈ കേസ് കണ്ടെത്തിയത്. പ്രിവന്റ് ഓഫീസർ KM ബാബുരാജ, സിവിൽ ഓഫീസർമാരായ അബിൻ, റിബീഷ് KB എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. കോവിഡ് മഹാമാരിക്കൊപ്പം കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ കരുതലോടെ വെട്ടം പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ദുരന്തകാലത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകി സൗജന്യ വാഹന സർവീസ് ആരംഭിച്ചു. ദുരന്തകാലത്ത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ടാണ് വെട്ടം പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ വാഹന സർവീസ് ആരംഭിച്ചത്. കോവിഡ് മഹാമാരി കൂടുതൽ ദുരിതമായി തുടരുമ്പോൾ കാലവർഷവും അതോടൊപ്പം കെടുതികൾ കടന്നെടുക്കുമ്പോൾ കടലോര പ്രദേശമായ വെട്ടം പഞ്ചായത്തിൽ മഹാപ്രളയങ്ങളിലും മഹാമാരിയിലും രക്ഷ നേടാൻ മുൻകരുതലെടുക്കുകയാണ് ഇവർ. വെട്ടം പഞ്ചായത്ത് യൂത്ത് ലീഗ് പഞ്ചായത്ത് തലത്തിൽ സൗജന്യ ഭക്ഷണ വിതരണവും മെഡിചെയിൻ പ്രതിരോധ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ ഹെൽപ്പ് ഡെസ്ക് ഓഫീസ് സജീവമായിട്ടുണ്ട്. പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് ഷഫീഖ് കുന്നത്ത അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരൂർ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി വെട്ടം ആലിക്കോയ ഫ്ളാഗ് ഓഫ് ചെയ്തു. വാക്സിൻ്റെ കുറവും യഥാസമയം അത് എത്താത്തത് മൂലം അതുകൊണ്ട് മാത്രം ഇന്ന് രോഗം പെരുകി വരികയും അവിടെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധമുള്ള ഒരു വലിയ പ്രതിസന്ധിയാണ് ഇന്ന് നേരിടുന്നത്. ആ പ്രതിസന്ധിക്ക് ഒരുപാട് കാര്യകാരണങ്ങളുണ്ട്. അത്തരം കാര്യകാരണങ്ങളെ കണ്ടെത്തി അതിനൊരു പരിഹാരം നിർദ്ദേശിക്കുന്ന കാര്യത്തിൽ, ഇടപെടുന്ന കാര്യത്തിൽ കേരളത്തിലെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് കാർഡ് എന്ന കാര്യം ആരോഗ്യരംഗത്തുള്ള ആളുകൾ സമ്മതിക്കുന്നൊരു കാര്യമാണ്. വാക്സിൻ നൽകുന്നതിന് വേണ്ടി ആളുകൾക്ക് പോകാനുള്ള സൗകര്യമൊരുക്കുക എന്നത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ വാക്സിൻ്റെ പല രീതിയിലുള്ള പ്രയാസങ്ങളുണ്ട്. അത്തരം ഒരു സന്ദർഭത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് അവരെ കേന്ദ്രങ്ങളിലെത്തിച്ച് അവർക്ക് യാതൊരു പ്രയാസവുമില്ലാതെ അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കരുത്ത് നൽകുന്ന രീതിയിൽ അവരുടെ കൂടെ നിന്ന്, അവരുടെ അരികിൽ നിന്ന്, അവരോടൊപ്പം നിന്ന്, അവരിൽ ഒരുവരായി നിന്ന് ഇത് പ്രവർത്തിക്കുവാൻ മുന്നോട്ട് വന്ന, ഇതിനെ മാനസികമായി മനസ്സുകൾ പാകപ്പെടുത്തി വന്നിട്ടുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റ് കാർഡിൻ്റെ പ്രവർത്തകന്മാരെ ഏറെ അഭിനന്ദിക്കുകയാണ്. UP കമ്മർ മാസ്റ്റർ V ലത്തീഫ, KM ഹസൻ, CMT ബാവ, KA നാസർ, റിയാസ്, ബാബു, അസി, ഖാദർ, KV മൂസക്കുട്ടി മാസ്റ്റർ, അഷ്റഫ്, ഇസ്മായിൽ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ പഞ്ചായത്തിലെ സ്ഥിതി വളരെ മോശമായി കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരു യുദ്ധ സമയത്തേക്ക് എന്ന രൂപത്തിലാണ് നിലവിലുള്ളത്. മയ്യത്ത് പരിപാലനമായാലും വീടുകൾ ശുചീകരിക്കുന്നതിലായാലും പ്രളയ സമയത്ത് അല്ലെങ്കിൽ കാറ്റും മഴയും ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ നാടിനെ ഗതാഗത കുരുക്കായാലും വീടിന് മുകളിൽ വീഴുന്ന മരങ്ങളും എല്ലാ സംഭവങ്ങളിലും വൈറ്റ് കാർഡിൻ്റെ സാന്നിധ്യം വെട്ടം പഞ്ചായത്തിലെ എല്ലാ സാധാരണക്കാരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ആ സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രവർത്തനവുമായി കൂടി മുന്നോട്ട് വന്നിരിക്കുന്നത്. രോഗികൾക്ക് സൗജന്യമായി ഗതാഗത സൗകര്യം ഒരുക്കുക എന്ന രൂപത്തിൽ, പൂർണ്ണമായും സൗജന്യമായി ഒരുക്കുക എന്നുള്ള രൂപത്തിൽ വെട്ടം പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ തന്നെ സ്വയം സന്നദ്ധരായിട്ട് അവരവരുടെ വാഹനങ്ങളും തിരൂർ CH സെൻ്ററിൻ്റെ ആംബുലൻസ് നമുക്ക് വിട്ടുതന്നിട്ടുണ്ട്. കോവിഡ് വ്യാപനം തീവ്രമായ തിരൂർ നഗരസഭ വാർഡ് 6 മിച്ചഭൂമി പ്രദേശത്തെ മുഴുവൻ പൊതുവഴികളും അണുവിമുക്തമാക്കി. വൈസ് ചെയർമാനും വാർഡിലെ കൗൺസിലറുമായ P രാമൻകുട്ടി പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. കോവിഡ് വ്യാപനം തീവ്രമായ സാഹചര്യത്തിലാണ് തിരൂർ നഗരസഭ വാർഡ് 6 മിച്ചഭൂമി പ്രദേശത്തെ മുഴുവൻ പൊതുവഴികളും അണുവിമുക്തമാക്കിയത്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് അണുനശീകരണ പ്രവർത്തനം ആരംഭിച്ചത്. വൈസ് ചെയർമാനും വാർഡിലെ കൗൺസിലറുമായ P രാമൻകുട്ടി പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഈ 6-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ മിച്ചഭൂമി കോളനി. അവിടെയാണ് രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക്
അണുവിമുക്തമാക്കുക എന്ന വലിയ ഒരു ഉദ്ദേശത്തോടെയാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഓരോ വീടുകളിലേക്ക് കയറുമ്പോഴും ഫുട്പാത്തിലൂടെ നടന്ന് പോകുമ്പോൾ തീർച്ചയായും അണുവിമുക്തമായ ഒരു ഫുട്പാത്ത് ഉണ്ടാക്കുക, ജനങ്ങൾ ഇടപഴകുന്ന സ്ഥലങ്ങളിൽ കൃത്യമായി അണുവിമുക്തമാക്കുക എന്നതാണ് ഇന്നത്തെ ഇവിടുത്തെ ഉദ്ദേശം. ഇതിൻ്റെ നമുക്ക് എങ്ങനെയായാലും ഈ വാർഡിലെ ഈ മഹാമാരിയെ ഈ വാർഡിൽ നിന്ന് തുരത്തേണ്ടതായിട്ടുണ്ട്. ഈ വാർഡിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്ന കൃത്യമായ RRT പ്രവർത്തകരും സന്നദ്ധ സംഘടനകളും എല്ലാവരും തോളോട് തോൾ ചേർന്ന് ഒറ്റക്കെട്ടായിട്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. അവിടെ നമ്മൾ ആരോഗ്യ പ്രവർത്തകർക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ അണുവിമുക്തമാക്കുക എന്ന വലിയ ഒരു പരിപാടിക്കാണ് ഇപ്പോൾ ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. ഈ വാർഡിലെ ജനങ്ങൾ ഇടപഴകുന്ന സ്ഥലങ്ങൾ മുഴുവൻ, പൊതുയിടങ്ങൾ മുഴുവൻ അണുവിമുക്തമാക്കിക്കൊണ്ടാണ് ഈ വാർഡിനെ പരിപൂർണമായി മാറ്റാൻ 2 മേഖലകളാക്കി തിരിച്ച് ഈ മേഖലകളിൽ നിന്ന് തുടങ്ങിയ ശേഷം 2 സ്ഥലങ്ങളിലാക്കി തിരിച്ചിട്ടാണ് നടത്താൻ പോകുന്നത്. RRT അംഗങ്ങളായ കെ ഗിരീഷ്, ഷിബിൽ, VP ബാബു, സലീം മേച്ചേരി, റാഷിഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തീരദേശ പഞ്ചായത്തായ വെട്ടംപറവണ്ണയിലെ MES ഹോസ്പിറ്റൽ അണുയുക്തമാക്കി. പ്രദേശത്തെ യുവാക്കളുടെ നേതൃത്വത്തിലാണ് ആശുപത്രി അണുയുക്തമാക്കിയത്. തീരദേശ പഞ്ചായത്തായ വെട്ടംപറവണ്ണയിലെ MES ഹോസ്പിറ്റലാണ് അണുയുക്തമാക്കിയത്. പ്രദേശത്തെ യുവാക്കളുടെ നേതൃത്വത്തിലാണ് അണുനശീകരണ പ്രവർത്തനം നടത്തിയത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഊർജിതമായി സംഘടിക്കുന്നതിൽ യുവാക്കളുടെ പങ്ക് വലുതാണ്. പറവണ്ണ സലഫി സ്കൂളിലെ DCC കെയർ സെന്ററിലെ കോവിഡ് ബാധിതർക്ക് ഭക്ഷണം എത്തിച്ചു നൽകിയിരുന്നത് പ്രദേശത്തെ DYFI പ്രവർത്തകരാണ്. കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ ബുധനാഴ്ച മുതൽ കമ്മ്യൂണിറ്റി കിച്ചൺ വഴിയാണ് ഭക്ഷണം എത്തിക്കുന്നത്. MK മുജീബ്, OA ആസിഫ്, VE സജീർ, യൂനസ്, CM ഷംസീർ, സിറാജ് എന്നിവർ നേതൃത്വം നൽകി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തിരൂരങ്ങാടി ജില്ലാ അസോസിയേഷനും ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് മെമ്പർ മുനീർ നഷയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് ഫോഗിംഗ് മെഷീൻ സംഭാവനയായി നൽകി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് തിരൂരങ്ങാടി ജില്ലാ അസോസിയേഷൻ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് 12ാം വാർഡ് മെമ്പർ മുനീഷയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് ഫോഗിംഗ് മെഷീൻ സംഭാവനയായി നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് മെഷീൻ ഏറ്റുവാങ്ങി. നമുക്കൊരു ഫോഗിംഗ് മെഷീൻ വന്നിരിക്കുകയാണ്. ഭാരത് ആൻഡ് സ്കൗട്ട്സിന്റെ ഇത് പഞ്ചായത്തിലേക്ക്. ഇതൊരു വലിയ സന്തോഷം നിറഞ്ഞ കാര്യമാണ്. കാര്യം പറഞ്ഞാൽ നമുക്ക് കൊറോണയായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ആവശ്യമുള്ള ഫോഗിങ് കാര്യങ്ങളാണ്. ഫോഗിങ് പല രീതിയിലുള്ള ഫോഗിങ് ഉണ്ട്, ഡെങ്കിപ്പനി ആ രീതിയിലുള്ള ഫോഗിങ് ഉണ്ട്. കൊറോണയ്ക്ക് വേണ്ടി എല്ലായിടവും ഇന്ന് നടന്ന DDPയുടെ കോൺഫറൻസിൽ തന്നെ പറഞ്ഞത് എല്ലാ വീടുകളും അങ്ങാടികളിലും പോയി നടത്താനാണ്. അതിന് ഏതായാലും ഇതിൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. സെക്രട്ടറി, വാർഡ് മെമ്പർ, ജില്ലാ ട്രെയിനിംഗ് കമ്മീഷണർ BG മാത്യു എന്നിവർ പ്രസംഗിച്ചു. ഒരൂർ ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. കരിങ്കപ്പാറ GUP സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഒരൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് കോവിഡ് പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത്. കരിങ്കപ്പാറ GUP സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പിൽ ആന്റിജൻ ടെസ്റ്റാണ് നടത്തിയത്. ഗ്രാമപഞ്ചായത്തിൽ 150ഓളം പേരും FHSC 28ഉം പോലീസ് ഔട്ട് ഓഫ് കസ്റ്റഡിയിലെ 5 പേർക്കുമാണ് ടെസ്റ്റ് നടത്തിയത്. വെള്ളിയാഴ്ച മണലിപ്പുഴ സ്കൂളിൽ വെച്ചും ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലും സൗജന്യമായി പരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിൽ ഏർപ്പെടുത്തിയ സമ്പൂർണ്ണ ലോക്ഡൌൺ ഫലം കണ്ടു. സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് പ്രതിദിന രോഗികളുടെ എണ്ണം കുറഞ്ഞു. 24,166 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 17.87 കുറഞ്ഞു. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് മലപ്പുറം ജില്ലയിൽ. 4,212 പേർക്കാണ് ജില്ലയിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.82%. കോവിഡ് ബാധിച്ച മാതാപിതാക്കൾ മരിച്ച കുട്ടികളെ സർക്കാർ ഏറ്റെടുക്കും. കുട്ടികളുടെ സംരക്ഷണത്തിനായി സർക്കാർ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചു. കേരള തീരത്ത് 2 ദിവസം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പ്. കേടുവന്ന ഭക്ഷ്യക്കിറ്റ് റേഷൻ കടയിൽ തിരിച്ചു കൊടുക്കാനെത്തിയ വിധവയെ പരിഹസിച്ച് തിരിച്ചയച്ച സംഭവത്തിൽ ഷോപ്പ് ഉടമക്ക് താക്കീത്. തിരൂർ തൃക്കണ്ടൂരിൽ 208-ാം നമ്പർ റേഷൻ ഷോപ്പിൽ നിന്നാണ് വിധവയായ സ്ത്രീക്ക് ഈ ദുരനുഭവം ഉണ്ടായത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.